OnePlus 13S വീഡിയോ ഇട്ടിട്ട് മുതൽ കുറേ പേര് ഒരുപാട് ഡൗട്ട്സ് എൻ്റെ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫോൺ ഹൈലൈറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കോമ്പാക്ട് സൈസ് ആണ്. ദ ലുക്ക് ഈസ് കിഡ്ലം, ദ ഡിസൈൻ ഈസ് കിഡ്ലം. ആ കാര്യത്തിൽ ദിസ് ഈസ് എ പെർഫെക്റ്റ് ഫോൺ. ഇനി നമുക്ക് ഇതിന്റെ ക്യാമറയുടെ കാര്യത്തിലേക്ക് പോകാം. ഞാനിപ്പോൾ OnePlusന്റെ 13S വീഡിയോ ഷൂട്ട് സെൽഫി ക്യാമറയിലാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ക്യാമറയെ കുറച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്യാമറയാണ്. 50 മെഗാ പിക്സലിൻ്റെ 2 ക്യാമറയാണ് വരുന്നത്. ഒരു പ്രൈമറി ക്യാമറയും പിന്നെ ഒരു ടെലിഫോട്ടോ ക്യാമറയും. അതിനകത്ത് ടെലിഫോട്ടോയ്ക്കകത്ത് നമുക്ക് 2x ഒപ്റ്റിക്കൽ സൂമും വരുന്നുണ്ട്. പിന്നെ 2 ക്യാമറയിൽ, അതായത് റെയർ ക്യാമറയിലാണെങ്കിലും ഫ്രണ്ട് ക്യാമറയിലാണെങ്കിലും നമുക്ക് 4K ഷൂട്ട് ചെയ്യാൻ പറ്റും. മെയിൻ ക്യാമറയിൽ 4K 60 FPS സെൽഫി ക്യാമറയിൽ 4K 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. സെൽഫി ക്യാമറ 32 മെഗാ പിക്സലാണ്. സ്നാപ്ഡ്രാഗൺ 888 3 നാനോമീറ്റർ ചിപ്സെറ്റ് വരുന്നുണ്ട്. ഡിസ്പ്ലേക്ക് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ്. സ്റ്റോറേജ് നമുക്ക് 12GB റാമിൻ്റെയും 256 512GB മെമ്മറി ഓപ്ഷൻസും വരുന്നത്. UFS 4 ആണ് മെമ്മറി ഓപ്ഷൻ വരുന്നത്. ഇനി എനിക്ക് ഈ ഫോണിനെ പറ്റി തോന്നിയ കുറച്ച് പോസിറ്റീവ്സ് നെഗറ്റീവ്സ് പറയാം. ആദ്യം നെഗറ്റീവ് തന്നെ പറയാം. OnePlusന്റെ ഈ ഫോണിലും വയർലെസ് ചാർജിങ് കൊടുത്തിട്ടില്ല. ഈ ഏകദേശം 55,000 രൂപ വരുന്ന ഈ ഫോണിൽ അവർക്കൊരു വയർലെസ് ചാർജിങ് കൊടുക്കാമെന്ന് എനിക്ക് തോന്നി. പിന്നീട് തോന്നിയ ഒരു കാര്യമാണ് ഈ ഒരു ക്യാമറ മോഡ്യൂൾ, ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുക്കാറ്. ഞാൻ ഈ ഫോൺ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ Xiaomi 15 ഫോണുമായിട്ടാണ്. അപ്പോൾ അതിന് ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ് വരുന്നത്. അതിലൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നത്. അത് 50 മെഗാ പിക്സലിന്റെ ക്യാമറയുടെ വരുന്നത്, വിച്ച് ഈസ് ഗ്രേറ്റ്. സോ അങ്ങനെ ഒരു ക്യാമറയും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു എനിക്ക് തോന്നുന്നു. അതുപോലെ തോന്നിയ മറ്റൊരു സംഭവമാണ് ക്യാമറയുടെ ലോ ലൈറ്റ് പെർഫോമൻസ് അത്ര ബെറ്റർ അല്ല. പിന്നെ ഇപ്പോഴും IP65 റേറ്റിംഗ് ആണ്, 68 റേറ്റിംഗ് എങ്കിലും കൊടുക്കായിരുന്നു. അടുത്ത ഒരു കാര്യമാണ് ഈ USB വരുന്നത്, അതായത് Type C USB വരുന്നത് ഇപ്പോഴും 2.0 ആണ്. നമുക്കൊരു 3 അല്ലെങ്കിൽ 3.1 ഒക്കെ കൊടുക്കായിരുന്നു എന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് പെൻ ഡ്രൈവ് കുത്തുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് കുത്തി ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയാണ്. അടുത്തൊരു കാര്യം തോന്നിയത് ഫിംഗർ പ്രിന്റ് റീഡർ ഇപ്പോഴും ഒപ്റ്റിക്കലാണ്, അൾട്രാസോണിക് ആക്കിയിട്ടില്ല. ഇനി നമുക്ക് പോസിറ്റീവ് സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതിന്റെ ഡിസൈൻ, കോമ്പാക്ട് സൈസിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച്, അതായത് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വെച്ച് ഏറ്റവും കിഡിലും കോമ്പാക്ട് ഡിസൈൻ തന്നെയാണ്. നമുക്ക് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കാണെങ്കിലും ഫോൺ യൂസ് ചെയ്യുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആണ്, നല്ല സോളിഡ് ഫീൽ ആണ്. ശരിക്കും ഒരു പക്ക കോമ്പാക്ട് ഡിസൈൻ. രണ്ടാമത്തെ കാര്യം, ഈ ഒരു കോമ്പാക്ട് ഡിസൈനിൽ 5850 mAh ബാറ്ററി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു. വിച്ച് ഈസ് ഒരു നോർമൽ യൂസിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്യാമറയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്കൊരു 1.5 ദിവസം ഈസി ഗോയാണ് ബാറ്ററി. പിന്നെ തോന്നിയൊരു സംഭവം ഇതിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. ഈ പറഞ്ഞ പോലെ മീൻസ് Xiaomi 15 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വിച്ച് ഈസ് ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള സൂപ്പർ OS ആണ്, ഓക്സിജൻ OS ആണ് വരുന്നത്. എനിക്ക് തോന്നുന്നു 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും OnePlus എത്തി കൊടുക്കുന്നതാണ് എൻ്റെ ഒരു ഊഹം. സോ എന്താണ് ഇനി നിങ്ങൾക്ക് ഈ ഫോണിനെ പറ്റി നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഓക്കെ, ബൈ.